കാതോട് കാതോരം ആദിമയക്കത്തിൽ നീ എന്റെ ചുണ്ടത്ത് ഇന്ദ്രധനുസേന്തി വരുന്ന ഘനാഘന സേനകളെ. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ, കരിമുകിലൻ പൂവേണി ഇളം കാറ്റൻ മധുവാണി. മലയാളികളുടെ പ്രിയ ഗായിക ലതിക പാടിയ അനശ്വര ഗാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊൻപുലരളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. നിരവധി അനശ്വര ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര സംഗീത ശാഖയിൽ അവിസ്മരണീയമായ സംഭാവന നൽകിയ ഗായികയാണ് ലതിക ടീച്ചർ എന്ന ലതിക. 80കളുടെ ഒടുക്കത്തിലും 90കളുടെ തുടക്കത്തിലും മലയാള സിനിമാ സംഗീതത്തിൽ അടക്കിവാണ ശബ്ദമാണ് ലതികയുടേത്. കൊല്ലം ജില്ലയിൽ ആശ്രാമത്ത് സദാശിവൻ ഭാഗവതരുടെയും നളിനിയുടെയും 5 മക്കളിൽ 4ാമത്തെ കുട്ടിയായിരുന്നു ലതിക. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ലതിക 5 വയസ്സ് മുതൽ ഗാനമേളകളിൽ പാടിത്തുടങ്ങി. 10ാം ക്ലാസ് പഠനത്തിനിടെ കണ്ണൂർ രാജന്റെ നാടകത്തിൽ പാട്ട് പാടിയതാണ് ലതികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഈ നാടകഗാനം സംവിധായകൻ IV ശശി കേൾക്കുകയും 1976 അദ്ദേഹം സംവിധാനം ചെയ്ത അഭിനന്ദനം എന്ന സിനിമയിൽ കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസിനൊപ്പം പുഷ്പതൽപ്പത്തിൽ എന്ന ഹിറ്റ് ഗാനം പാടുകയും ചെയ്തു. തുടർന്ന് ലതിക മലയാളത്തിൽ നിരവധി മനോഹര ഗാനങ്ങൾ ആലപിച്ചു. രവീന്ദ്രൻ മാഷിന്റെ ആദ്യ ചിത്രം ചൂള മുതൽ ലതിക അദ്ദേഹത്തിന്റെ നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. രവീന്ദ്രനുമായുള്ള ബന്ധമാണ് സംവിധായകൻ ഭരതനെ പരിചയപ്പെടാൻ അവസരമൊരുക്കിയത്. തുടർന്ന് ഭരതന്റെ നിരവധി ചിത്രങ്ങളിൽ ലതിക പാട്ട് പാടിയിട്ടുണ്ട്. ചെന്നൈ മ്യൂസിക് അക്കാദമിയിൽ സംഗീത വിദ്വാൻ പാസ്സായ ശേഷം 1989 പാലക്കാട് സംഗീത കോളേജിൽ സംഗീത അധ്യാപികയായി ജോലിക്ക് കയറി. വിവാഹശേഷം സിനിമയിൽ അധികം സജീവമല്ലെങ്കിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അധ്യാപികയാണിപ്പോൾ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദാസേട്ടൻ പറഞ്ഞു, ഞാൻ പഠിച്ച കാര്യം പറഞ്ഞില്ലേ, കോളേജിൽ പോയി പഠിച്ചപ്പോൾ 3 വർഷത്തെ കോഴ്സായിരുന്നു സംഗീത വിദ്വാൻ. ആ കോഴ്സ് എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. ആ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞാനും അണ്ണനും കൂടെ ദാസേട്ടനെ കാണാൻ പോയി. കാരണം ദാസേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയി പഠിച്ചത്. ദാസേട്ടനും ദേവരാജൻ മാഷും അപ്പം അവിടെ ഉണ്ട്. ഞാനങ്ങനെ ചെന്ന് കാര്യം പറഞ്ഞു, കാല് തൊട്ട് തൊഴുതിട്ട് ഇങ്ങനെ റിസൾട്ട് വന്നു ദാസേട്ട ഇങ്ങനെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ദാസേട്ടന് വലിയ സന്തോഷം. കാരണം ദാസേട്ടൻ പറഞ്ഞിട്ട് പോയി പഠിച്ച് അങ്ങനെ വന്നതിൻ്റെ ഒരു സന്തോഷം. ദാസേട്ടൻ പറഞ്ഞു, ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. अरे वाह।
ഏത് സിനിമയും കാണുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് ഉണ്ടാവും. അതൊരുപാട് പേരുടെ ശ്രമമാണത്. ഗാനങ്ങൾക്കൊപ്പം മലയാള സിനിമയിലെ പ്രശസ്തമായ പല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളിലും ഗായികയായും ലതിക തിളങ്ങിയിട്ടുണ്ട്. പ്രിയദർശന്റെ താളവട്ടം, ചിത്രം, വന്ദനം തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രശസ്തമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹമ്മിങ് പാടിയിരിക്കുന്നത് ലതികയാണ്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം 2016 ഗപ്പി എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ രചനയിൽ വിഷ്ണു വിജയ് ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈ അനുഗ്രഹീത ഗായിക ഒരു തിരിച്ചുവരവ് നടത്തിയിരുന്നു. ഗായികമാരായ ചിത്രയുടെയും ജാനകിയുടെയും ശബ്ദവുമായുള്ള സാമ്യം കാരണം ലതിക പാടിയ പല പ്രശസ്ത ഗാനങ്ങളും അവരാണ് പാടിയതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ലതികയെ പോലുള്ള ഗായകരെ വീണ്ടും മികച്ച ഗാനങ്ങൾ നൽകി മലയാള സിനിമാ സംഗീത ശാഖയിൽ സജീവമാകാൻ സംഗീത സംവിധായകരും അണിയറ പ്രവർത്തകരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കല്ലോലങ്ങൾ പാടും താരാട്ടുകൾ എന്റെ പുത്തരിച്ചമ്പാവ് പാടത്ത്. Are you surprised? I know you are surprised.